ഇവിടെ ഏറ്റവും വലിയ വിലാപമായി ഉയരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ ഇന്ത്യയിൽ എവിടെയും ഭരണമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നുള്ളതാണല്ലോ. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് എവിടെയെങ്കിലും അധികാരത്തിലുണ്ടോ, ഭരണം നിർവഹിക്കുന്നുണ്ടോ എന്നതൊന്നും നോക്കി അടിസ്ഥാനപ്പെടുത്തിയല്ല. ആ പ്രസ്ഥാനം രൂപപ്പെടാൻ, അത് ഈ നിലയിൽ കാണുന്ന രാഷ്ട്രീയ സംഹിതയിലേക്ക് പരുവപ്പെടാൻ പോലും കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം. ചരിത്രാതീത കാലം മുതൽ അത് തന്നെയാണ്. ഒരു കാര്യം കൂടി സ്കെയിൻ, ഇപ്പോൾ ഈ വർത്തമാനകാല ഇന്ത്യയുടെ ഒരു സാഹചര്യം കൂടി ചേർത്ത് ഞാൻ അതിനെ വിശദീകരിക്കാം. ഇപ്പോൾ ഇന്നലെ മെയ് ദിനമായിരുന്നു, തൊഴിലാളി ദിനമായിരുന്നു. തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെയ് ദിനം തൊഴിലാളി ദിനമാണ്. ഈ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടക്കുന്ന ഒരു ഇടത്ത് വലിയ സമരം തൊഴിലാളികൾ നടത്തുന്നുണ്ട്. അത് നോയിഡയിലാണ്. ഈ പറയുന്ന നോയിഡയിൽ, ഉത്തർപ്രദേശിൽ, നോയിഡ അടങ്ങുന്ന ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആകെ മത്സരിച്ചത് 61 സീറ്റുകളിലാണ്. ലഭിച്ച വോട്ട് എത്രയാണെന്നറിയാമോ? 0.01%. കർഷക സമരം നടന്നു ഈ രാജ്യത്ത്. കേന്ദ്ര സർക്കാരിന് എല്ലാ നിലയിലും അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. ആ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇടത് പ്രസ്ഥാനങ്ങളാണ്. കർഷക സമരം കൊടുമ്പിരി കൊണ്ട് ഡൽഹിയിൽ എത്രയാണ് CPIMന്റെ വോട്ടിംഗ് പെർസെന്റേജ് എന്നറിയാമോ? 0.01%. പഞ്ചാബിൽ ആകെ കിട്ടിയത് 0.1%. അപ്പോൾ ഈ പറയുന്ന ഇത്ര വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിലൊന്നും ഈ വോട്ടിംഗ് പെർസെന്റേജ് ആണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭരണം എവിടെയും ഇല്ല എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ അവരെ വിലയിരുത്താനോ ഇനി എന്താകും അവർ എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു സൂചികയേ അല്ല.